ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെ മലപ്പുറം പുത്തൂർ ചെനക്കൽ ബൈപ്പാസിന് 5 കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാർ. ഇതോടെ കാൽ നൂറ്റാണ്ടോളമായി തുടരുന്ന അനിശ്ചിതത്വം കൂടിയാണ് അവസാനിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലേക്ക് പ്രദേശവാസികൾ ഇതോടെ വന്നിട്ടുണ്ട്. ജനം ബിഗ് ഇമ്പാക്ട് വിവരങ്ങളുമായി ശിവദാസ് കന്വനം ചേരുന്നുണ്ട്. ശിവദാസ്, നമ്മൾ പലതരത്തിലുള്ള വാർത്തകൾ നൽകുകയും ആ വാർത്തകളൊക്കെ സർക്കാർ പരിഗണിക്കുകയും അതിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടാകാറുണ്ട്. പക്ഷേ ഇത് ഒരു വലിയ മേഖലയിലുള്ള ജനങ്ങളുടെ ദുരിതത്തിനാണ് അറുതി വരുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? ഏതൊക്കെ മേഖലകളിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം ചെയ്യും? ഒരു തീരുമാനം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസ് ആണ് ചെനക്കൽ പുത്തൂർ ബൈപ്പാസ്. മലപ്പുറം നഗരത്തിൽ നിന്നും ഒരു നാഷണൽ ഹൈവേയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ബൈപ്പാസ് കൂടിയാണ് ഇത്. പക്ഷേ ഈ കണക്ഷൻ കഴിഞ്ഞ ഏകദേശം 20 വർഷത്തോളമായി ഇതിനുവേണ്ടി ഭൂമി ഏറ്റെടുത്തിരുന്നുവെങ്കിലും ഇക്കാലമായിട്ടും അത് നടന്നിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ നമ്മൾ വാർത്ത നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ 5 കോടി രൂപ ഈ ഒരു ഇതിന്റെ മൂന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1ഉം 2ഉം ഘട്ടം നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. പക്ഷേ ഇക്കഴിഞ്ഞ 20 വർഷത്തോളമായി അത് നടന്നിരുന്നില്ല. അല്ലെങ്കിൽ അതിനുവേണ്ടി ഭൂമി അടക്കം അക്വയർ ചെയ്തിരുന്നു. ഭൂമി അടക്കം നിരവധി ആളുകൾ വിട്ടു നൽകിയിരുന്നു. പക്ഷെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം നീണ്ടു പോവുകയായിരുന്നു. ഈ ഭൂമി വിട്ടു നൽകിയത് കൊണ്ട് തന്നെ ഏകദേശം 100ഓളം കുടുംബങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. കാരണം അവർക്ക് ഈ ഭൂമി വിൽക്കാനോ അല്ലെങ്കിൽ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിൽ വിക്രയങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ആ ഭൂമി വെച്ച് ലോൺ എടുക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇത്രയും വർഷമായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനു വേണ്ടി ഒരു ഫണ്ട് അനുവദിച്ചതോടുകൂടി ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രദേശവാസികൾ ഉള്ളത്. കാരണം ഇവിടെ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ അത് ഈ തൊട്ടടുത്തുള്ള പ്രദേശവാസികൾക്ക് വലിയ ഒരു ഉപകാരത്തിൽ പെടും, അല്ലെങ്കിൽ വലിയൊരു ഗുണകരമാകും. കാരണം പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയിലേക്ക് വളരെ എളുപ്പത്തിൽ ഇതുവഴി എത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം നിലവിൽ ഇപ്പോൾ ചെറിയ ഒരു റോഡ് മാത്രമാണ് ഇവിടേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 2 കാർ പോലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വന്നാൽ പോകാൻ ശിവദാസ്, എന്തായാലും ഒരു ജനകീയമായിട്ടുള്ള ഒരു വിഷയം അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ഒടുവിൽ സർക്കാരിനെ കൊണ്ട് നടപടി എടുപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ മലപ്പുറം റിപ്പോർട്ടർ ശിവദാസ് കന്മനം.